ഒളിമ്പിക് അസോസിയേഷനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. പുട്ടടി എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. തന്റെ പ്രവർത്തനത്തിന് ഒളിമ്പിക് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതിയെന്നും അത് കിട്ടുന്നുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. കേരളത്തിൽ നിന്ന് വരുന്ന താൻ വളർന്നു വന്ന ഒരു സ്ഥലത്തു നിന്നും വരുന്ന സംസ്ഥാനത്തു നിന്നും വരുന്ന ഇത്രയും സംസ്ഥാനത്തിന് ഇത്രയും മെഡലിൽ കിട്ടേണ്ട ഒരു കായിക ഇനത്തെ പുറത്താക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറയണ്ടേ? പിന്നെ ആരാ പറയാനുള്ളത്? നമ്മൾ തന്നെ പറയേണ്ടത്. അപ്പോൾ ഇവരെ ഇത്തരം വിമർശനങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത്തരം വിമർശനവും ഭയപ്പെടുത്തലൊക്കെ അവർ സ്വന്തം നടത്തിയാൽ മതി. എൻ്റെ അടുത്ത് ഇതൊന്നും കാര്യമില്ല. ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, കായിക മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയെ ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ് പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്? വിഷ്ണു, ഒളിമ്പിക് അസോസിയേഷനെ രൂക്ഷമായാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ വിമർശിച്ചത്. അതായത് ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പോഴും വലിയ രീതിയിലുള്ള പിടുത്തക്കേടാണ് ഒളിമ്പിക് അസോസിയേഷനിൽ നടക്കുന്നത്. കേരളത്തെ പരിപൂർണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ദേശീയ ഒളിമ്പിക്സിൽ നിന്നും കളരിയെ അടക്കം എടുത്തു മാറ്റിയതിലുള്ള ഒരു വിമർശനമാണ് കായിക മന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം കളരിയെ ഒഴിവാക്കിയതിലൂടെ കേരളത്തിന് നഷ്ടമായത് 19 മെഡലുകളാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ തനിക്ക് തന്റെ പ്രവർത്തനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റവും വരുത്തേണ്ടതില്ല, അല്ലെങ്കിൽ തന്റെ പ്രവർത്തനം കായിക മേഖലയെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ താൻ ഇങ്ങനെ എന്തു ചെയ്താലും അതിലൊന്നും ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ PT ഉഷയെയും അദ്ദേഹം വിമർശിച്ചു. കേരളത്തിൽ നിന്നും വളർന്നു വന്ന ഒരു കായിക പ്രതിഭയാണ് PT ഉഷ. പക്ഷേ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയ ശേഷം അവർ ആ രീതിയിലുള്ള കേരളത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളിൽ അവർ ഒരു തരത്തിലുമുള്ള മറ്റൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ നിന്നും വളർന്നു കേരളത്തിന്റെ കായിക മേഖലയിൽ വലിയ സംഭാവനകളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിന്റെ പിന്തുണയോടുകൂടിയാണ് PT ഉഷ അത്തരം മേഖലകളിലെല്ലാം തന്നെ വളർന്നത്. പക്ഷേ ഇത്തരം ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അവർ കേരളത്തിന് വേണ്ടി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. എന്തായാലും ഹരിയാനയുമായി ചില ഡീലുകളെല്ലാം നടത്തി ഹരിയാനയ്ക്ക് ചില മെഡലുകൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളെല്ലാം തന്നെ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് അങ്ങനെ നടക്കട്ടെ, അത്തരത്തിലുള്ള ചില തെറ്റായ പ്രവണതകൾ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നും കായിക മന്ത്രി പറഞ്ഞു. വിഷ്ണു, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.